അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടത് പൂർത്തിയായി കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ടാകും. എന്തെങ്കിലും നമ്മുടെ പരീക്ഷയിൽ നമുക്ക് പാസ്സായി കിട്ടാനോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഉദ്ദേശങ്ങൾ അത്യാവശ്യമായി നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ അത് പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് അത്യാവശ്യം ഒരു പണമുണ്ട്, പണം അത്യാവശ്യമായ കുറച്ച് കടം വേണം, അത് ഇന്ന് തന്നെ നമുക്കത് കിട്ടണം, കിട്ടിയാൽ നമ്മുടെ കാര്യമൊക്കെ ശരിയാവുകയുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കളോ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ നല്ല നിലക്കത് നമുക്ക് കയ്യിലേൽപ്പിക്കണം. അങ്ങനെ പെട്ടെന്ന് നടക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ കാര്യങ്ങൾ നേടാൻ പറ്റിയ ഒരു ദിക്റിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയുകയാണ്. ഈ ഒരു അറിവ് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ: ഒരു ലൈക്ക് അടിച്ചു കൊടുത്താൽ അത് മറ്റുള്ളവർക്ക് എത്താൻ ഒരു പ്രേരണമാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ് ദിക്ർ എന്നുള്ളത്. മറ്റെന്തു കാര്യത്തിൽ നമുക്ക് സമാധാനം കിട്ടില്ല, ദിക്റിൽ നമുക്ക് സമാധാനമുണ്ട്. ദിക്ർ ധാരാളം ചെല്ലുന്നവൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു സമാധാനവും സന്തോഷം മറ്റുള്ളവർക്കുണ്ടാവില്ല. കാരണം ഖുർആൻ പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിനൊരു തുമാനത്താണ് നമുക്ക് ദിക്റിലൂടെ കിട്ടുന്നത്. മനസ്സമാധാനം, മനസ്സന്തോഷം, റാഹത്ത് ദിക്ർ സ്വലാത്തിലൂടെ കിട്ടുന്ന അവർക്ക് അതിൽ കിട്ടുന്നത്ര സന്തോഷം മറ്റവർക്ക് ആർക്കും അത് കിട്ടൂല. ഖുർആൻ പറഞ്ഞ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ചൊല്ലേണ്ട ദിക്ർ ഒരു 313 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടായിരിക്കണം നാം ആ കാര്യം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. തീർച്ചയായും അള്ളാഹു അതിന് പെട്ടെന്ന് ഉത്തരം നൽകും. ഒരു സഹോദരി ആ സഹോദരിയുടെ അനുഭവം പറയുന്നുണ്ട്. പലർക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവം പെട്ടതാണ്. അപ്പോൾ എൻ്റെ അനുഭവമാണ് എന്ന് പറയുന്നൊരു സഹോദരി, അൽഹംദുലില്ലാഹ്, ഞാൻ പല ദിക്റുകൾ ചൊല്ലുമ്പോൾ അത് കേട്ട് ചൊല്ലുന്നവരുണ്ട്. അവർക്കത് നല്ല അനുഭവം അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നുണ്ട്. തീർച്ചയായും പണ്ഡിതന്മാർ പറയുന്നത് അതിൽ വലിയ കാര്യമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അത്രയും വലിയ രക്ഷപ്പെടൽ ഉണ്ടാകുന്നത്. 313 പ്രാവശ്യം പറയുക, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ള ദിക്ർ 313 പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായും അള്ളാഹു അതിനൊരു പരിഹാരം തരുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.